വേറെ സംശയം ചോദിക്കുന്നത് വെച്ചാൽ ഈ സക്കറിയയും ശാന്തനുവും രണ്ടുപേർ ബിജുവും അല്ലെങ്കിൽ രാജുവുമാണ് രണ്ട് കാലഘട്ടം 10 വർഷത്തോളം ഉള്ള ഒരു ഗ്യാപ്പല്ലേ കാണിക്കുന്നതിനകത്ത്. എന്നെ വിളിച്ച് പറഞ്ഞ പലരും പറഞ്ഞൊരു കാര്യമാണ്, ഇവർ രണ്ടുപേരും ഭയങ്കര ചേഞ്ചാണല്ലോ ഈ രണ്ട് കാലഘട്ടം എന്നുള്ളത്. ഇതിനകത്ത് ഒരു മാസത്തെ ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടിയിരുന്നു. ഈ ഗ്യാപ്പ് നിങ്ങൾ എങ്ങനെ അതിനകത്ത് ഇത്രയും രാജു സിക്സ് പാക്ക് ആണല്ലോ, വർക്കൗട്ട് ചെയ്യുന്ന ആളും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വർക്കൗട്ട് ചെയ്യും, സെന്റിമെന്റ്സ് മാത്രമേ വർക്കൗട്ട് ചെയ്യൂ, അല്ലാതെ വേറെ വർക്കൗട്ടൊന്നും നമ്മുടെ ഇല്ല. പക്ഷേ ഈ ഒരു മാസം ഒരു സമയം എങ്ങനെ കുറച്ചിന് ചീത്ത ഞാൻ കേട്ടത് എന്തൊക്കെ ഒഴിച്ചലും കാര്യങ്ങളൊക്കെ നടത്തി ചീത്ത വിളിക്കില്ലേ, തന്തയ്ക്ക് വിളിക്കില്ലേ, സച്ചിയും രാജീവും കൂടിയിട്ട് അങ്ങനെ പാടുപെട്ട് ഔഷധി പോയി 6 കിലോ കുറഞ്ഞു. പക്ഷെ ആ എടുത്ത ഒരു സ്ട്രെയിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് സ്ക്രീനിൽ കാണാനുണ്ട്. എന്തായാലും കാണാണ്ടെന്ന് ആൾക്കാർ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ആൾക്കാരെന്തായാലും പറയാം ഉള്ള പ്രായമൊക്കെ മുഖത്തുണ്ട്. പക്ഷേ ഒരു പക്ഷേ ഗ്യാപ്പ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകാൻ നമുക്ക് ഗ്യാപ്പ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവായിരുന്നു. പടത്തിനല്ല സച്ചിൻ ഞാൻ പ്രശ്നം ഉണ്ടാകാൻ ഇല്ല. അത് ദൈവം സഹായിച്ച് നമുക്ക് ആ ഗ്യാപ്പ് കിട്ടി. കാരണം ജനങ്ങൾ ഏറ്റവും അധികം പറയുന്നത് വെച്ചാൽ ഒരു സിനിമയിൽ ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഇത്രയും ഒരു ചെയ്യുന്ന സംഭവത്തിനത് അതൊക്കെ ഒരു ഭാഗ്യമല്ല. അങ്ങനത്തെ ഒരു കഥ വരുന്നു, അങ്ങനത്തെ കഥാപാത്രങ്ങൾ വരുന്നു, നമുക്ക് അങ്ങനത്തെ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുന്നു, ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. പിന്നെ ആക്ച്വലി എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞാൽ എല്ലാവരും എഫേർട്ട് എടുത്തിട്ടുണ്ട്, എല്ലാ രീതിയിലും എഫേർട്ട് എടുത്തിട്ടുണ്ട്. അല്ലേ ഞാൻ പറയില്ലേ, അതാണ് ആൾക്കാരുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയില്ല. അവിടുത്തെ സിനിമ ഇന്നുവരെ വന്നിട്ടില്ല, ഷൂട്ട് ചെയ്യാൻ ഇല്ല, അവിടെ ഇന്നുവരെ സിനിമ വന്നിട്ടില്ല. ഇവർ സിനിമ കാണുന്നതും ടി വിയിലൂടെ അല്ലെങ്കിൽ CDs വരുന്നു. ഒരു ചെറിയ ഷോപ്പുണ്ട് CD ഇപ്പോഴാണ് അവർ സിനിമ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വലിയ വണ്ടറാണ് സിനിമ എന്ന് പറയുന്നത്, ഭയങ്കരമായൊരു വണ്ടറാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യണത്, ഇതൊരു എന്തൂസിയാസം ഉണ്ടല്ലോ, ഇതെങ്ങനെയാണ് കാണാനൊരു ഭയങ്കരമായൊരു ആഗ്രഹമുണ്ട് ഇവർക്ക്. അതാണ് ഇനീഷ്യൽ സ്റ്റേജിലെ സംഭവങ്ങൾ. അങ്ങനെ ഒരാഴ്ച നമ്മളിതെല്ലാം എന്തിനും ആൾക്കാർ റെഡിയായിരുന്നു. അപ്പോൾ അതൊക്കെ അവർക്ക് മനസ്സിലായി, സിനിമ നമ്മൾ പാടുപെട്ട് വെയിലത്താണ് ഷൂട്ട് ചെയ്യുന്നത് മനസ്സിലായി. അവിടുത്തെ ആൾക്കാർക്ക് വെയിലില്ല, വളരെ താല്പര്യമില്ല. അവരൊക്കെ രാവിലെ പൂട്ടി പോവല്ലേ, ഒരു 10 ആകുമ്പോൾ കട പൂട്ടി പോയി ഒരു വീട്ടിൽ പോകും. പിന്നെ ഒരാൾ നമ്മുടെ ആൾക്കാരാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ 50 ഡിഗ്രി വെയിലായിരുന്നു. ഏറ്റവും അധികം പ്രേക്ഷകർ കൈയടിച്ച് ചിരിച്ച് മരിച്ചു എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ ഈ സിനിമയിൽ ഉണ്ടായിട്ടുള്ളൊരു സീക്വൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ക്ലൈമാക്സിൻ്റെ ഒരു ഭാഗത്തിൽ സക്കറിയയുടെ മാത്രം പെർഫോമൻസിലൂടെ ഒരു സിംഗിൾ ഷോട്ടിലൂടെ പോകുന്നൊരു സാധനമുണ്ട്. അത് ശരിക്കും സ്ക്രിപ്റ്റിൽ നേരത്തെ ഒരുപക്ഷെ എന്നെക്കാളും മുമ്പ് ബിജു ഇത് വായിച്ചിട്ടുള്ളതാണ്. അന്ന് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നതാണോ അത് സ്പോട്ടിൽ തന്നെ കുറേ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത? അല്ല, സച്ചിക്ക് ഒരു വാശിയുണ്ടായിരുന്നു ആ ഒരു ഏരിയ സിംഗിൾ ഷോട്ട് എടുക്കണം എന്നുള്ളത്. പക്ഷെ നമ്മളവിടെ പ്രാക്ടിക്കലി ചോദിച്ചു സച്ചി അത് വയബിൾ ആകുമോ, ഒരു സിംഗിൾ ഷോട്ട് വയബിൾ ആകുമോ, കാരണം ഇത്രയും ആർട്ടിസ്റ്റുകൾ വന്ന് സംഭവം നമ്മൾ എക്സിക്യൂട്ട് ആയിട്ട് ഒരു വയബിൾ ആവുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു. സച്ചി പറഞ്ഞു അത് സിംഗിൾ ഷോട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അതിന് അപ്പോൾ ഒരു ടെമ്പോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സുജിത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് പടം തുടങ്ങുന്നതിന് മുമ്പ് സച്ചി പറഞ്ഞാണ് ഇത് സിംഗിൾ ഷോട്ട് വേണം, നമുക്കത് എങ്ങനെയെങ്കിലും എക്സിക്യൂട്ട് ചെയ്യണം. പിന്നെ നമ്മളൊരു ഹാഫ് ഡേ റിഹേഴ്സൽ ചെയ്തു. അത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്ന് ഒരുപാട് ഡയലോഗ് പറയും, ഒരുപാട് ടൈമിങ്, ഒരുപാട് ഏരിയകൾ ഹാൻഡിൽ ചെയ്യേണ്ട വരികയാണ് നമ്മൾ എക്സിക്യൂട്ട്. അതിൽ ഏറ്റവും എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതല്ല ഇപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, അത് ഇവരൊരു ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡിസ്റ്റർബ്ഡ് ആവും എല്ലാ ആൾക്കാരും. അത് ജൂനിയർ ആർട്ടിസ്റ്റുകളെല്ലാം അവിടുത്തെ ആൾക്കാർ, ഇവരെല്ലാം ഒരു കൈ കൊണ്ടും വിരൽ കൊണ്ടും വിളിച്ച് കറക്റ്റ് ടൈമിങ്ങിൽ ഇവർ കൊണ്ടുവരികയും നമ്മളിത് സാധനം 3ാമത്തെ ഷോട്ടിൽ എക്സിക്യൂട്ട് ചെയ്തു. അത് ഓൾമോസ്റ്റ് 11 മിനിറ്റ് വരുന്ന സിംഗിൾ ഷോട്ടാണ്. ഇതിൽ എല്ലാ ഏരിയയിലും നമുക്ക് ടെൻഷൻസ് ഉണ്ട്, കാരണം ഇത് പറയുന്ന കറക്റ്റാണ്. അപ്പോൾ ഒരുപാട് തെറ്റുകൾ പറഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ ഡബിങ്ങിൽ പലതും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് സിനിമ ഇറങ്ങുന്ന വരയ്ക്കും ഭയങ്കര ടെൻഷനുള്ള ഏരിയ ആയിരുന്നു അത്, എന്താവും എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ കയ്യടിയും അല്ലെങ്കിൽ അഭിപ്രായം കിട്ടുന്ന ഒരു ഏരിയ അതായിരുന്നു കേട്ടോ. അത് ഭാഗ്യമാണ്, കാരണം ഒരു ടെൻഷൻ ഏരിയ ഹ്യൂമറസ്ലി ഹാൻഡിൽ ചെയ്യാന്ന് പറയില്ലേ, അത് അവൻ്റെ ജഡ്ജ്മെന്റ് ആണ്. കാരണം ആകെ അത്രയും ഏരിയ മുഴുവൻ സക്കറിയ ഒരാളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അല്ല, സച്ചിൻ്റെ അടുത്ത് പറഞ്ഞാണ് ഷോട്ടിന് മുമ്പ് ഒരു ഏരിയ നമുക്കൊന്ന് പിരിക്കണം, എന്നാലേ നമുക്ക് അടുത്ത ടേക്ക് ഓഫ് പറ്റുള്ളൂ, പൂന്തുകൂടെ ആളിക്കോടാൻ പറഞ്ഞു. കിട്ടി മുടത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അനങ്ങിയതാണ്. പറയില്ല ഭാഗ്യം. അല്ല, ഈ ഫിലിമിനെ പറ്റി പറയുമ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ എഫേർട്ട് എന്ന് പറയില്ലേ, കാരണം നമ്മൾ ആ ഷൂട്ട് ചെയ്യുന്ന മൊമെന്റിലെ ഒരു മാസം അല്ലെങ്കിൽ ഒരു 50 ദിവസം മറ്റേ നമ്മൾ അഭിനയിച്ചിട്ടുള്ള ഏരിയ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു ഏരിയയിൽ ഡയറക്ടർ സച്ചി ആണെങ്കിലും എൻ്റെ പ്രൊഡ്യൂസർ ആണെങ്കിലും ക്യാമറാമാൻ സുജിത്ത് ആണെങ്കിലും ഇവരൊരു 2 വർഷത്തെ എഫേർട്ടുണ്ട് ഈ ഫിലിമിൻ്റെ പുറകിൽ. ടോട്ടലി ഡിസ്കഷൻ തന്നെയാണ് ഈ പെർമിഷനും കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തെടുക്കുക എന്ന് പറയില്ലേ. നമ്മൾ പലപ്പോഴും ചെന്ന് അഭിനയിക്കുന്നു, നമ്മൾ തിരിച്ചു വരുന്നു, പക്ഷെ ഫിലിം എക്സിക്യൂട്ട് ചെയ്തെടുക്കുക
അത് നല്ല റിസ്ക് ഉള്ളതായിരിക്കണം. നല്ല ഒരു ബഡ്ജറ്റ് സിനിമയാണ്. രാജീവിൻ്റെ ഏരിയയിൽ വേണമെങ്കിൽ ടെൻഷനുള്ള സിനിമയാണ്. കാരണം ആൾക്കാർ പേര് കേട്ടിട്ട് നമ്മളിപ്പോഴും ചോദിച്ചു പേര് കേൾക്കുമ്പോൾ ആൾക്കാർ സീരിയസ് സിനിമയാണെന്ന് പ്രതീക്ഷിക്കുമോ? ഇവർക്ക് ക്ലീൻ ജഡ്ജ്മെന്റ് ഉണ്ട്, നമ്മളെക്കാൾ കൂടുതൽ ക്ലീൻ ജഡ്ജ്മെന്റ് ഉണ്ട്. ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ ലാസ്റ്റ് പ്രിവ്യൂ കാണാൻ വേണ്ടി പോയി. എങ്ങനെയുണ്ട് ചോദിച്ചു. കാരണം നമ്മൾ അഭിനയിച്ചുകൊണ്ട് നമുക്ക് വ്യക്തമായ ഒരു അഭിപ്രായം പറയാൻ പറ്റും. കാരണം ഞാൻ അഭിനയിക്കുമ്പോൾ ഞാൻ എന്നെ നോക്കും, നീ അഭിനയിക്കുമ്പോൾ നീ നിന്നെ നോക്കും, രാജുവിനെ നോക്കും. ക്ലീൻ ആയിട്ട് എല്ലാവരും ഒബ്സർവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമുക്കൊരു ക്ലീൻ ജഡ്ജ്മെന്റ് പറയാൻ പറ്റില്ല. അൾട്ടിമേറ്റ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരാണ്. ഫിലിം ഇറങ്ങണം, നമ്മൾ ദിവസം കുഴപ്പം പറ്റില്ല, സേഫ് സിനിമയായിരിക്കും. പക്ഷെ ഇറങ്ങിക്കെട്ട് പ്രേക്ഷകനെ ടേക്ക് ഓവർ ചെയ്ത് വേറെ ലൈനിലാന്ന് പറയില്ലേ, വേറൊരു ലൈനിൽ എന്ന് പറയുന്നത്. അത് ഇങ്ങനത്തെ ഒരു സീരിയസ് സിനിമയെ ഇത് നല്ലൊരു പ്രണയങ്ങ് പറഞ്ഞു പോയി. അതിൻ്റെ ഒപ്പം ഫണ്ണുണ്ട്, രസിച്ചുകൊണ്ടിരുന്ന് കാണാവുന്ന ഒരു പ്രണയ സിനിമ, ചിരിക്കാനും ചിന്തിക്കാനും അങ്ങനത്തെ ഒരു സിനിമയാക്കി മാറ്റി. ഹാറ്റ്സ് ഓഫ് ടു ദ ക്രൂ, എൻ്റെ ക്രൂ. സച്ചി, രാജീവ്, എല്ലാവർക്കും, സുജിത്തിന് എല്ലാവർക്കും നന്ദി പറഞ്ഞേ പറ്റൂ. സുജിത്തിന്റെ ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റും, എസ്പെഷ്യലി എല്ലാ ആർട്ടിസ്റ്റും, നീ ആണെങ്കിലും അരുണാണെങ്കിലും സംസ്കൃതി ആണെങ്കിലും എല്ലാ ആർട്ടിസ്റ്റുകളും, പേര് വിട്ടു പറഞ്ഞല്ലോ, ഒരുപാട് പിന്നെ 5 ഡയറക്ടേഴ്സ് അഭിനയിച്ച സിനിമയാണ്. എല്ലാവരോടും താങ്ക്സ് ടു. എല്ലാവർക്കും അതിൻ്റെ ആയിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടായിരുന്നു, എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു, അതിനുള്ള പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ, 50 ഡിഗ്രി ചൂടിൽ ലക്ഷദ്വീപിൽ പല പ്രശ്നങ്ങൾക്കൊടുവിൽ അവർ ഷൂട്ട് ചെയ്ത് ആ സിനിമ പുറത്തിറങ്ങി പ്രേക്ഷകർ 2 കൈയും കെട്ടി സ്വീകരിച്ചു എന്ന് പറയുന്നതിൽ നമ്മൾ എന്തായാലും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. പ്രേക്ഷകരോട് നന്ദി പറയാം അല്ലേ പരസ്പരം. നമ്മൾ നിന്റെ അഭിനയം നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ഗംഭീരമായിട്ടോ, നിന്റെ കോമഡി ഗംഭീരമായിരുന്നു. നിന്റെ താടി ഒന്ന് ഓടിക്കുന്നീ. താടി ഡിസംബർ 5 വരെ പോകും. അതിനു മുമ്പ് അടുത്ത പടം കിട്ടിയില്ലെങ്കിൽ. Okay, okay, thank you. Bye-bye.